നിരന്തരമുള്ള ആക്രമണങ്ങളും മനുഷ്യ സമൂഹത്തെ മുഴുവനും ഏറെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ന് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ അവസ്ഥകൾ മുഴുവനും ലോക സമൂഹം മുഴുവനും വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന പ്രത്യേകമായ ഒരു സാഹചര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധ നാം ജീവിതത്തിൽ പുലർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതലായി നാം അടുക്കേണ്ടതുണ്ട്. ലോകം മുഴുവനും ഭീതിജനകമായ അവസ്ഥയിലേക്കും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പുറപ്പാടാണെന്ന് ലോകം മുഴുവൻ സംശയിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നടന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ ഒരുപാട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് ഏതൊരു മുമ്പിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ, മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, പേടിപ്പെടുത്തുന്ന അവസ്ഥാവിശേഷങ്ങൾ നമ്മെ തേടി എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഹദീസ് ഉണ്ട്. ഈ ഹദീസ് വളരെ കാലോചിതമാണെന്നും സമകാലിക പ്രസക്തമാണെന്നും ഏതൊരു കാലഘട്ടത്തിലും സമൂഹം ചിന്തിക്കേണ്ടതാണെന്നും പ്രത്യേകമായിട്ട് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യൂഷികുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ അഖലതു ഇലാ തസഅതിഹാ. ഭക്ഷണത്തടികയിലേക്ക് അപ്രകാരമാണോ മനുഷ്യർ ആർത്തിയോടുകൂടി കൈനീട്ടുന്നത്? നാം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്, വിശക്കുന്ന ആളുകളാണ്. വിശക്കുന്ന സമയത്ത് എത്രത്തോളം ആർത്തിയോടുകൂടിയാണോ മനുഷ്യരും മറ്റുള്ള ആളുകളുമൊക്കെ ഭക്ഷണത്തടികയിലേക്ക് ആർത്തിയോടുകൂടി കൈനീട്ടുന്നത്, ആ രൂപത്തിൽ എന്റെ സമൂഹത്തെ നാനാഭാഗത്തുനിന്നും ആക്രമിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്റെ സമൂഹം അനുഭവിക്കാനിരിക്കുന്ന, ഇതെന്റെ സമൂഹത്തിന് അനുഭവിക്കാനിരിക്കുന്ന കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഭക്ഷണത്തടികയിലേക്ക് ആർത്തിയോടുകൂടി മനുഷ്യർ എത്രത്തോളം ആർത്തിയോടുകൂടിയാണോ കൈനീട്ടുന്നത്, ആ രൂപത്തിൽ എന്റെ സമൂഹത്തിന് നേരെ ആക്രമണങ്ങൾ പെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഫഖാല ഖായിൽ വമിൻ ഖില്ലത്തിൻ യൗമയിദിൻ, നബിയെ, ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ ഞങ്ങൾ ആക്രമിക്കുന്നത്? ഞങ്ങൾ ആളുകളുടെ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ ഞങ്ങളുടെ സമൂഹത്തെ നിരന്തരം ആക്രമിക്കപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. ബൽ അൻതും യൗമയിദിൻ കബീർ, ബൽ അൻതും കബീർ. അന്ന് നിങ്ങൾ ഒരുപാട് ആളുകളുണ്ടാവും, എണ്ണത്തിൽ നിങ്ങളെ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ആ കാലഘട്ടത്തിലായിരിക്കും നിങ്ങൾക്ക് നിരന്തരം അക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്നുകൊണ്ട് പറയുകയാണ്, വലാകിന്നകും ഗുസാഉൻ കഗുസാഇൽ ലൈൽ, വലാകിന്നകും ഗുസാഉൻ കഗുസാഇൽ ലൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മലവെള്ളപ്പാച്ചിൽ ഒഴുകി വീഴുന്ന ചപ്പ് ചവറുകളുടെ അവസ്ഥയായിരിക്കും ആ കാലഘട്ടത്തിലെ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമയായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദീനിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധമായ ദീനിന്റെ കാര്യത്തിൽ, ദീനിന്റെ അഅ്മാലുകളുടെ കാര്യത്തിൽ യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത രൂപത്തിൽ എന്റെ സമൂഹം ഇങ്ങനെ നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. ദീനിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്യനോടുള്ള ബഹുമാനമില്ല, പാവപ്പെട്ടവരോടുള്ള സ്നേഹമില്ല. പാവപ്പെട്ടവരെ ആക്രമിക്കാനും അവരിൽപ്പെട്ട ആളുകളെ ആക്രമിക്കാനും നിരന്തരം ഇന്നത്തെ സമൂഹത്തിന്റെ ആളുകൾ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഒരുപാട് രാജ്യാധികാരവും ഒരുപാട് അധികാരവും ഒരുപാട് സമ്പന്നതയും ഒരുപാട് ഔന്നത്യവുമുള്ള ഒരു കാലഘട്ടം ഇവിടെ കടന്നുപോയിരുന്നു. ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടം, അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലഘട്ടം. ആ ഖിലാഫത്തെല്ലാം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മളോടുള്ള പേടിയെ നമ്മുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയപ്പെട്ടൊരു കാലഘട്ടം. ഇതിന് വിധങ്ങൾ പറഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളോട് നമുക്ക് പേടിയില്ല, ശത്രുക്കൾക്ക് നമ്മളെ കുറിച്ച് പേടിയില്ല. കാരണം നമുക്ക് ദീനിനെ കുറിച്ചുള്ള ചിന്തയില്ല. അതുകൊണ്ട് തന്നെ നമ്മളോടുള്ള പേടിയെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ തന്നെ നോക്കൂ. നിരന്തരമായി നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നമ്മുടെ സമൂഹത്തിന്റെ എതിരെയുള്ള ബില്ലുകൾ, പ്രവർത്തനങ്ങൾ, നമ്മുടെ സമൂഹത്തിനെതിരെയുള്ള അറ്റാക്കുകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ അതിന്റെ അകത്തുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളായി നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ ജീവിക്കുമ്പോഴേ നമ്മളോടുള്ള പേടി നമ്മുടെ ശത്രു സമുദായത്തിന്റെ മനസ്സിന്റെ അകത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തെ ആ കാലഘട്ടത്തിൽ വഹീന് പിടികൂടിയിരിക്കും. സ്വഹാബത്തിന് മനസ്സിലായില്ല എന്താണ് വഹീ, എന്ത് മനസ്സിലായില്ല. ഫഖാല ഖാഇൽ, ആ സമയത്ത് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ വഹീ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ വഹീ എന്ന് പറഞ്ഞാൽ? പരിചയമില്ലാത്ത ഒരു വാക്ക് പറഞ്ഞപ്പോൾ ചോദിക്കുന്നു, ആ കാലഘട്ടത്തിൽ എന്റെ സമൂഹത്തെ വഹീ പിടികൂടിയിരിക്കും. ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയധികം ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഈ ഭൗതികതയോടുള്ള സ്നേഹമാണ്, ഈ ദുനിയാവിനോടുള്ള സ്നേഹമാണ്, പണത്തിനോടുള്ള ഭൗതികമായ സുഖത്തോടുള്ള ആർത്തിയാണ് ആ കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിനെ പിടികൂടിയിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. രണ്ടാമതായി പറയുന്നു, കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള ഭയം, മരണത്തോടുള്ള വെറുപ്പ്. മനുഷ്യന് മരിക്കാൻ വെറുപ്പാണ്, മരിക്കാൻ മനുഷ്യന് തയ്യാറെടുക്കുന്നില്ല. നിരന്തരം ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താനും ആരോഗ്യം ഉണ്ടാവൽ അനിവാര്യമാണ്, ഇബാദത്തുകൾക്ക് ആരോഗ്യം അനിവാര്യമാണ്. പക്ഷേ നിരന്തരം ഈ ഭൗതികമായ ലോകത്ത് എനിക്ക് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ഒരുപാട് കാലം ജീവിക്കണം. മരണത്തോടുള്ള വെറുപ്പ് മനുഷ്യനെ പിടികൂടുന്ന കാലഘട്ടമാണ് അതെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. ദുനിയാവിനോടുള്ള നിരന്തരമായ പ്രേമം നമ്മെ വല്ലാതെ പിടികൂടുന്ന കാലഘട്ടമാണ്. സമ്പത്തിനോടുള്ള, ഭൗതികമായ താല്പര്യങ്ങളോടുള്ള, ഭൗതികമായ സുഖരസങ്ങളോടുള്ള താല്പര്യങ്ങൾ മനുഷ്യനെ പിടികൂടുകയും മരണത്തോടുള്ള വെറുപ്പ് മനുഷ്യന്റെ മനസ്സിൽ പിടികൂടുന്ന കാലഘട്ടമാണ് അതെന്ന് നബി തങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധാപൂർവ്വം നാം ചിന്തിക്കുകയും അല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്യേണ്ട വല്ലാത്തൊരു സമയത്തിലൂടെയാണ് നാം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കാനും അവനെ മറക്കാത്ത ഭൗതികമായ സുഖങ്ങളെ കൊണ്ട് മാത്രം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും ദുആ ചെയ്യുന്നതാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് ഗുണം വേണം, ആഖിറത്തിൽ ഞങ്ങൾക്ക് ഗുണം വേണം. പക്ഷേ ആ ഗുണങ്ങൾ അല്ലാഹുവിനെ മറക്കാത്ത ഗുണങ്ങളായിരിക്കണം. നമ്മുടെ സമ്പത്താണെങ്കിലും നമ്മുടെ വാഹനങ്ങളാണെങ്കിലും നമ്മുടെ വീടുകളാണെങ്കിലും എല്ലാം അല്ലാഹുവിനെ മറക്കാത്ത സൗകര്യങ്ങളായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ, അവർക്ക് വേണ്ടി